ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള സുപ്രധാന നിയമങ്ങൾ SCRT പുസ്തകത്തിൽ നിന്ന് വരൂ എന്നുള്ളതാണ്. ഈ SCRT പുസ്തകത്തിലെ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഉപഭോക്തൃ സംരക്ഷണം അഥവാ ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതുപോലെ മനുഷ്യാവകാശം സംബന്ധിച്ചിട്ടും ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ഒരു പക്ഷേ SCRT ക്വസ്റ്റ്യൻ പൂളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ചാപ്റ്റർ പഠിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഐ ബട്ടണിൽ തരികയോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക ചെയ്യാം. അപ്പോൾ അതും കൂടി നിങ്ങൾ ഈ ചാപ്റ്റർ വായിക്കുന്ന അല്ലെങ്കിൽ ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ് പറയുന്ന ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ഓക്കെ, ഒരുപാട് ആൾക്കാർ ചോദിച്ചു ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മാത്രം പോരെ നമ്മൾ ക്വസ്റ്റ്യൻ പൂളും ചെയ്യണമെന്നുള്ളത്. ക്വസ്റ്റ്യൻ പൂൾ ചെയ്താലേ പറ്റത്തുള്ളത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. എക്സാമിന് നമുക്കത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടും പറ്റും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനി വരുന്ന ക്ലാസ്സുകളെല്ലാം വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ്. സോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇൻ കേസ് ഒരുപാട് വീഡിയോസ് ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളെ തേടി എത്തത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് PSC ബേസിക്സ് എന്നാണ്. സെർച്ച് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യുക. നമ്മുടെ ദിവസവും ഇടുന്ന എല്ലാ വീഡിയോസും അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതിൽ ഒന്നാമത്തേതാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏവയാണ്? ബോധവൽക്കരണ പരിപാടികളിൽ പങ്കെടുക്കാം, ഉപഭോക്തൃ സംഘടനയിലെ പങ്കാളിത്തം, ഉപഭോക്തൃ പ്രശ്നങ്ങളിലും ഇടപെടാം. അടുത്തത്, ഇന്ത്യയടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന സ്ഥാപനമേത്? ഇന്ത്യയടക്കം 120-ലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന സ്ഥാപനമേത്? ഏതാണ്? ISO ആണ്. ഏതാണ്? ISO ആണ്. മറക്കരുത്, ISO മുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സാധനം നല്ലതാണെന്ന് പറയത്തുള്ളൂ. ഒരു സാധനത്തിന്റെ ക്വാളിറ്റി കറക്റ്റ് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അതിന്റെ ISO മാർക്ക് നോക്കിയിട്ടാണ്. അപ്പൊ ISO ആണ് അത് നിർണ്ണയിക്കുന്നത്. ഈ നൽകിയിട്ടുള്ള ചിഹ്നം ഉപഭോക്താവിനെ എങ്ങനെയെല്ലാം സഹായിക്കുന്നു? ഇത് ഹോൾമാർക്കാണ് അല്ലെ? BIS ഹോൾമാർക്ക്, BIS ഹോൾമാർക്കാണ്. നമുക്കറിയാം ഈ ഹോൾമാർക്ക് കൊടുക്കുന്നത് സ്വർണ്ണാഭരണങ്ങളിലാണ്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി ഉറപ്പാക്കുന്ന ചിഹ്നമാണ് ഈ ഹോൾമാർക്ക് ചിഹ്നം. സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പാക്കുന്ന ചിഹ്നമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ചുവടെ നൽകിയിട്ടുള്ളതിൽ ഏതാണ്? ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏത്? ഓപ്ഷനിലുള്ളത് ഡ്രഗ് കൺട്രോൾ വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ലീഗൽ മെട്രോളജി വകുപ്പ്. ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. അപ്പോ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. ഏതാണ്? ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അടുത്തത്, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതല എന്ത്? അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അങ്ങനെയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതല എന്താണ്? ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രധാന ചുമതല. എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചുമതല ഉൽപാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്നുള്ളതാണ്. പരസ്യങ്ങൾ ഗുണമോ ദോഷമോ? അതിന്റെ ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന്റെ കാവൽക്കാരാണ് ഉപഭോക്തൃ കോടതികൾ. എക്സാമിന് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്.
താഴെ തന്നിരിക്കുന്നവരിൽ ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ആര്? ഉപഭോക്തൃ കോടതികളാണ്. ഈ പ്രസ്താവന സമർത്ഥിക്കുക എന്നാണ്. ഉപഭോക്തൃ കോടതികളുടെ ഏതെങ്കിലും 3 ലക്ഷ്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുന്നത് ഉപഭോക്തൃ കോടതികളാണ്. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു. ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കുകയും ചെയ്യുന്നു. ആര്? ഉപഭോക്തൃ കോടതികള്. ഇങ്ങനെ ഉപഭോക്തൃ കോടതികൾ എത്ര വിധമുണ്ട്? ജില്ലാ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, ദേശീയ ഉപഭോക്തൃ കോടതികളും ഉണ്ട്. അടുത്തത്, ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന ഉപഭോക്തൃ ശീലങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ എഴുതുക. ഒരുപക്ഷെ നമുക്കിത് പ്രസ്താവനകളായിട്ട് തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയോ തെറ്റോ എന്ന് ചോദിക്കാം. അപ്പൊ ആ 2 ഉദാഹരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ച് വാങ്ങണം. അത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അളവും തൂക്കവും ശരിയാണെന്ന് ബോധ്യപ്പെടണം. സാധനങ്ങളുടെ നിലവാരം, പാക്കിംഗ്, തൂക്കം എന്നിവ ബോധ്യപ്പെടുക. ഇതെല്ലാം ആണ് പ്രധാനപ്പെട്ട ഉപഭോക്തൃ വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഫലമായിട്ട് ഉപഭോക്തൃ ശീലങ്ങൾ ഉണ്ടാകുന്നത്. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന്റെ അവകാശത്തെ കുറിച്ച് പറയുക. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല, എങ്കിലും അറിഞ്ഞിരിക്കുക. ആവശ്യങ്ങൾ കൃത്യമായി നിജപ്പെടുത്തി ഉപഭോഗപ്പെടുത്തുക, ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംബന്ധിച്ച അറിവ് നേടാൻ, ശരിയായ തിരഞ്ഞെടുക്കലിന് പ്രാപ്തി നേടാൻ, അവകാശബോധമുള്ള ഉപഭോക്താവായിട്ട് മാറാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിന് സഹായകമായ 2 പ്രവർത്തനങ്ങൾ എഴുതുക. ബോധവൽക്കരണവും ദിനാചരണവും. സാമൂഹിക ഇടപെടലുകൾ ഉപഭോക്താക്കളെ സംതൃപ്തി ഉറപ്പുവരുത്തുന്നു. പ്രസ്താവന സാധൂകരിക്കുക. സാമൂഹിക ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ ഉപഭോക്താക്കളിൽ എന്ത് ചെയ്യും? സംതൃപ്തി ഉണ്ടാവും. കാരണം ഉപഭോക്തൃ സംഘടനകളുടെ പ്രവർത്തനം അതിന് ഉദാഹരണമാണ്. ഉപഭോക്തൃ ബോധവൽക്കരണം, പൊതു താൽപര്യ ഹർജികൾ സമർപ്പിക്കല്, മാധ്യമ പിന്തുണയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് നൽകുന്ന ചിഹ്നമേത്? കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് നൽകുന്ന ചിഹ്നമേത്? ഏത് ചിഹ്നമാണ് നൽകുന്നത്? കാർഷിക വനം, അക്മാർക്കാണ്. ഏതാണ്? അക്മാർക്ക്. അടുത്തത്, ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതെല്ലാം ഉൽപ്പന്നങ്ങളിലാണ് ഈ ചിഹ്നം കാണാൻ കഴിയുന്നത്? ഈ മുദ്ര നൽകുന്ന സ്ഥാപനം ഏത്? ഏതാണ് ആൻസർ വരുന്നത്? ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് ഈ മുദ്ര നൽകുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആണ്. വൈദ്യുത ഉപകരണങ്ങൾ, സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടറിലൊക്കെയാണ് ഈ ഒരു സിമ്പൽ കാണുന്നത്. അപ്പൊ ഇത് എന്തിനെയാണ്? ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS ആണ് ഇത് നൽകുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന വകുപ്പുകളുടെ ചുമതല എഴുതുക. ഏതൊക്കെയാണ്? ഫസ്റ്റ്, ലീഗൽ മെട്രോളജി. എന്തിനു വേണ്ടിയിട്ടാണ്? അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അളവ് തൂക്കു നിലവാരം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? ലീഗൽ മെട്രോളജി വകുപ്പാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പു തരുന്നതാണ് ഡ്രഗ് കൺട്രോൾ വകുപ്പ്. അടുത്ത ചോദ്യം, സൂചന പ്രയോജനപ്പെടുത്തി ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിലവിലുള്ള നിയമങ്ങൾ ഏതെന്ന് എഴുതുക. കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്നും ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. ഏത് നിയമം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിൽ പെടുന്നു. ഇതിൽ എന്താണ് ആ ഒരു നിയമം എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തേത് അവശ്യ സാധന നിയമം 1955 ആണ്. അതായത് 1955 അവശ്യ സാധന നിയമപ്രകാരം കൊള്ളലാഭം, പൂഴ്ത്തിവയ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്നും ഈ നിയമം ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്നു. ഏതാണ് നിയമം? അവശ്യ സാധന നിയമമാണ്. 1955 ഇത് നിലവിൽ വന്നത്. അടുത്തത് ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഈ നിയമത്തിന്റെ പരിധിയിൽപ്പെടുന്നു. ഏത് നിയമത്തിന്റെ? സാധന വിൽപ്പന നിയമം നിലവിൽ വന്നത് 1930 അപ്പോ ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിന്റെ പരിധിയിൽ പെടുന്നു? സാധന വിൽപ്പന നിയമത്തിലാണ് പെടുന്നത്. നിലവിൽ വന്ന വർഷം 1930.
1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ ഉപഭോക്തൃ സംരക്ഷണത്തിനായി നിലവിലുള്ള ചില നിയമങ്ങളും അവ നിലവിൽ വന്ന വർഷങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അവ ശരിയായി ചേർത്ത് പട്ടികപ്പെടുത്തുക. അവശ്യ സാധന നിയമം നമ്മൾ ഓൾറെഡി പറഞ്ഞു 1955 സാധന വിൽപ്പന നിയമം 1930 കാർഷികോൽപ്പന്ന നിയമം, പിന്നെ അളവ് തൂക്ക് നിലവാര നിയമം കൂടി നമ്മൾ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞു അവശ്യ സാധന നിയമം നിലവിൽ വന്നത് 1955 സാധന വിൽപ്പന നിയമം വന്നത് 1930 കാർഷികോൽപ്പന്ന നിയമം വന്നത് 1937 അളവ് തൂക്ക നിലവാര നിയമം വന്നത് 1976 അപ്പോ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം കൂടാതെ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമങ്ങളാണ് 1955 അവശ്യ സാധന നിയമം, 1930 സാധന വിൽപ്പന നിയമം, കാർഷികോൽപ്പന്ന നിയമം 1937, 1976 അളവ് തൂക്ക നിലവാര നിയമം. അടുത്തത് ഉപഭോക്തൃ തർക്കങ്ങൾക്ക് ഉപഭോക്തൃ കോടതികൾ വഴി എന്തെല്ലാം തരം പരിഹാരങ്ങളാണ് ലഭിക്കുന്നതെന്ന് എഴുതുക. ഏതൊക്കെ കിട്ടും? പകരം സാധനം കൊടുക്കും, നൽകിയ പണം അധികമായി ഈടാക്കിയ പണം തിരിച്ചു നൽകാം, നഷ്ടം നികത്തുന്നതിനുള്ള തുക ലഭ്യമാക്കൽ, ഇതൊക്കെയാണ് കിട്ടുന്നത്. ഉപഭോക്തൃ തർക്കത്തിൽ പരാതി നൽകാവുന്ന ഏതെങ്കിലും 2 സന്ദർഭങ്ങൾ എഴുതുക. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ ഉണ്ടായാൽ, സേവനങ്ങൾക്ക് പോരായ്മയുണ്ടായാൽ. പരസ്യങ്ങൾ ഉപഭോക്തൃ തർക്കത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സന്ദർഭം എഴുതുക. വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നത് പരസ്യങ്ങൾ ഉപഭോക്തൃ തർക്കത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സന്ദർഭമാണ്. ഇതിന് ഉദാഹരണമാണ് നമ്മുടെ ഇന്ദുലേഖ ഒക്കെ മുടി വളർന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഈ ഒരു ആശയത്തിൽ വരുന്നതാണ്. ഉപഭോക്തൃ കോടതികളുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ലളിതമായ നടപടിക്രമങ്ങൾ. എന്തൊക്കെയാണ് ലളിതമായ നടപടിക്രമങ്ങൾ? പരാതി വെള്ളക്കടലാസിൽ ലളിതമായി എഴുതി സമർപ്പിച്ചാൽ മതി. പരാതിക്കാരൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരത്തിന്റെ മൂല്യമനുസരിച്ച് കുറഞ്ഞ ഫീസാണ്. അപ്പൊ ഇത് മറക്കരുത്. എങ്ങനെയാണ് അവിടുത്തെ നടപടിക്രമം എന്ന് ചോദിച്ചാൽ വെള്ളക്കടലാസിൽ എഴുതി സമർപ്പിച്ചാൽ മതി. ഇനി എന്താണ് നഷ്ടപരിഹാരത്തിന്റെ മൂല്യമനുസരിച്ചിട്ട് കുറഞ്ഞ ഫീസാണ് ഈടാക്കുന്നത്. അടുത്തത് ഉപഭോക്തൃ കോടതികളുടെ 2 ലക്ഷ്യങ്ങൾ എഴുതുക. നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭിക്കുക, ആ ഉപഭോക്താവിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുക, ഉപഭോക്താവിന് നിയമപരമായി സഹായിക്കുക. അടുത്തത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന വ്യക്തമാക്കുക. എന്താണ് ഘടന? പ്രസിഡന്റും 2 അംഗങ്ങളും. ശ്രദ്ധിച്ചു പഠിക്കുക. 1 അംഗമെങ്കിലും വനിതയായിരിക്കണം. മൊത്തം 2 അംഗങ്ങളും പിന്നെ ഒരു പ്രസിഡന്റും കാണും. അങ്ങനെ മൊത്തം 3 പേര്. അതിനകത്ത് ഒരാൾ പ്രസിഡന്റ്, 2 അംഗം. 2 അംഗത്തിൽ ഒരാളെങ്കിലും വനിതയായിരിക്കണം. 2 പേര് വനിതയായാലും കുഴപ്പമില്ല. പക്ഷെ 2ഉം എന്താവാൻ പാടില്ല? പുരുഷന്മാരാവാൻ പാടില്ല. ഒരു വനിതയെങ്കിലും വേണം. കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഇനി ചുവടെ നൽകിയിരിക്കുന്നവ ഓരോന്നും ഏത് ഉപഭോക്തൃ കോടതിയുടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു? ഫസ്റ്റ്, 20 ലക്ഷം രൂപ വരെ ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തുന്ന തീർപ്പ് കൽപ്പിക്കുന്നു. ഏത്? 1 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി ഏത്? 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഏത്? നോക്കാം നമുക്ക്. ഒന്നാമത്തത് 20 ലക്ഷം വരെയുള്ള പ്രശ്നങ്ങൾ പരാതി സ്വീകരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ്. ഇനി 20 ലക്ഷം രൂപയ്ക്കും 1 കോടിക്കും ഇടയിലുള്ള തർക്കങ്ങളാണെങ്കിൽ അത് തീർപ്പ് കൽപ്പിക്കുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. 1 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുത്തുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളാണ്. ക്ലിയർ ആയല്ലോ? 20 ലക്ഷം ജില്ല, 20നും 1നും 1 കോടിക്കും ഇടയ്ക്കാണെങ്കിൽ സംസ്ഥാനം, ദെൻ 1 കോടിക്ക് മുകളിലാണെങ്കിൽ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഏതെങ്കിലും 2 അവകാശങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം 1986 സംരക്ഷണ നിയമത്തിൽ പറയുന്നുണ്ട്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. അടുത്തത്, ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. ഇങ്ങനെ
ഇങ്ങനെ 5 കാര്യങ്ങളാണ് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പഠിച്ചു വെക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പെടാത്തതേത് അല്ലെങ്കിൽ പെട്ടതേതെന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടുപോകരുത്. ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള അവകാശം, ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം, അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം. അടുത്ത ചോദ്യം, സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് നാം പ്രതീക്ഷിക്കുന്നത്? ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം. നമ്മൾ ചില പരസ്യം കാണാറില്ലേ? എന്താണ്? ഞങ്ങൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി. എന്ത്? ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം. ഓക്കെ, അടുത്തത് ഉപഭോക്താവും ഉപഭോഗവും എന്താണെന്ന് വ്യക്തമാക്കുക. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളെ ഉപഭോക്താവെന്ന് വിളിക്കും. മനുഷ്യാവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെ ഉപഭോഗം എന്നാണ് വിളിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ? വെള്ളവും വായുവും വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, ആവശ്യങ്ങളുടെ വർധനവ്, അശാസ്ത്രീയമായിട്ടുള്ള ഉപഭോഗം. അടുത്തത്, മുകളിൽ സൂചിപ്പിച്ച ചിഹ്നങ്ങൾ പൊതുവായി ഉപഭോക്താവിനെ എങ്ങനെ സഹായിക്കുന്നു? ഓരോ ചിഹ്നവും എന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചിഹ്നം ഇതാണ്. സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ ഉറപ്പുവരുത്താൻ ഉപഭോക്താവിനെ ഈ ചിഹ്നം സഹായിക്കുന്നു. ബിസിൻ്റെതാണിത്. അടുത്തത് എന്താണ്? ISI ആണ്. ഇത് ISI, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകുന്നു. അടുത്തത് CE ആണ്. ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് അന്തർദേശീയമായി ഉപയോഗിക്കുന്നതാണ് ഈ CE. ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്നു. അടുത്തത് FPO ആണെങ്കിലോ, പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും സുരക്ഷപ്പെടുത്തുന്നതാണ് FPO. അപ്പൊ CE എന്താണെന്ന് മനസ്സിലായി, ISI എന്താണെന്ന് മനസ്സിലായി, FPO എന്താണെന്ന് മനസ്സിലായി. അടുത്തത്, പഴകിയ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ ഉപഭോക്താക്കൾ ഏതെല്ലാം രീതിയിൽ കബളിക്കപ്പെടുന്നു? ഏതെല്ലാം രീതിയിൽ കബളിക്കപ്പെടും? ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ, ചൂഷണം, പിന്നെ കൃത്രിമം. ഇത്രയും രീതിയിൽ എന്ത് ചെയ്യും? കബളിപ്പിക്കപ്പെടും. അപ്പോൾ SCRT പാഠപുസ്തകം വായിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും പോയിന്റ്സുകൾ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുകയാണ്. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ പ്രിപ്പയർ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പൊ പ്രിപ്പറേഷൻ SCRT ക്വസ്റ്റ്യൻ ബോർഡിലൂടെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.